ഹെൽത്ത്. എന്താണ് ഹെൽത്ത്? എങ്ങനെ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാം? ഹെൽത്ത് ഈസ് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ് ബട്ട് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് എക്കണോമിക്കൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷനാണ്. അസുഖമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം. എല്ലാവരും ധരിച്ചിരിക്കുന്ന നമ്മൾക്ക് അസുഖമില്ല എന്ന് കരുതുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആരോഗ്യവാനാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. അസുഖമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം, ബട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും വെൽത്തി ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കുക? അതിന് ശാരീരികമായിട്ട് ഹെൽത്തി ആവാൻ എന്തൊക്കെ ചെയ്യണം? ശാരീരികമായിട്ട് ഹെൽത്തി ആവാൻ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ നൽകണം. ഒന്നാമത്തെ കാര്യമാണ്, നമ്മൾ സമൃദ്ധമായി ഈ കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും ധാരണ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ടാവും. ഫിസിക്കൽ ഹെൽത്തിന് രണ്ടാമത്തെ ഘടകമാണ് പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സസൈസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ പലർക്കും അത് സാധിക്കാറില്ല. പക്ഷെ അത് പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് മനസ്സിലാക്കി ഡെയിലി ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണ് നമ്മൾക്കൊരു ഫിസിക്കൽ ഹെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുക. ശാരീരിക ആരോഗ്യത്തിന് അടുത്ത ഘടകം എന്ന് പറയുന്നത് പ്രോപ്പർ റിലാക്സേഷൻ ആൻഡ് സ്ലീപ്പാണ്. സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ സാധിക്കുക, അതൊരു വലിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ പല ആളുകളും പല ടെൻഷനും കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്നും സമാധാനമായിട്ട് ഉറങ്ങാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ പറ്റാറില്ല. അത് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. പ്രോപ്പറായിട്ട് ഉറങ്ങാനും റിലാക്സ് ചെയ്യാനും നമ്മൾക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. അടുത്തതായി ശാരീരിക ആരോഗ്യത്തിന് വേണ്ടത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പോസിറ്റീവ് അസോസിയേഷൻ കൊണ്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ വായിച്ചുകൊണ്ടും നമ്മൾക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി മാനസികാരോഗ്യം എങ്ങനെയാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുക? മാനസികാരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്താൽ തന്നെ നമ്മൾക്കൊരു മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. ഒരു നല്ല ശരീരമുള്ളവനെ ഒരു നല്ല മനസ്സുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഹെൽത്തി ആയിരിക്കുക, അതായത് നമ്മുടെ പ്രശ്നങ്ങൾ മാനസികമായിട്ട് നമ്മൾ ദുർബലമാകുന്നതിന്റെ കാരണം നമ്മളുടെ ശാരീരിക ആരോഗ്യത്തിന്റെ പ്രശ്നവും നമ്മൾക്ക് ലഭിക്കുന്ന വരുമാനം ഇനി തുടർച്ചയായി ഉണ്ടാകുമോ എന്നുള്ള ഫിയർ അല്ലെങ്കിൽ ഭയപ്പാടും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് മാനസികമായിട്ട് ആളുകളെ തളർത്തുന്നത്. സോ ഇതിനെല്ലാം നമ്മൾക്കൊരു പ്രാക്ടീസിൽ കൂടി നമ്മൾക്ക് ഈ മാനസികാരോഗ്യവും നേടിയെടുക്കാൻ സാധിക്കും. ഇനി സാമൂഹ്യമായിട്ടുള്ള ആരോഗ്യം എങ്ങനെയാണ്? റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻ, അതാണ് സാമൂഹികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മുടെ സ്പൗസ്, നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻ, നമ്മുടെ മക്കളുമായിട്ടുള്ള റിലേഷൻ, അതുപോലെ നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആളുകളുമായിട്ടുള്ള റിലേഷൻസ്, ഇതെല്ലാം സാമൂഹികമായിട്ടുള്ള ഒരു ആരോഗ്യം ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ സമൂഹത്തിൽ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോവുകയാണ്, മറ്റുള്ളവർ ചെയ്യുന്നത് അതേപടി നമ്മളും കോപ്പി ചെയ്യാണ്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾക്ക് മാനസികമായിട്ട് സന്തോഷം തരുന്നത് എന്ന് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് എത്താൻ നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി ആത്മീയമായിട്ടുള്ള ആരോഗ്യമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. പ്രകൃതിയെ അക്സെപ്റ്റ് ചെയ്യുക, സമൂഹത്തെ അക്സെപ്റ്റ് ചെയ്യുക, എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക. ഇവിടെയാണ് നമ്മൾക്ക് ആത്മീയമായിട്ട് ഹെൽത്തി ആവാൻ സാധിക്കുക. സമൂഹത്തിലും പ്രകൃതിയിലും നമ്മൾക്ക് പലതും നമ്മൾക്ക് തരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന നന്മയും തിന്മയുമല്ല, നമ്മളിലേക്ക് എത്തുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറാവുകയും അതിന് നന്ദി പറയാനും നമുക്ക് സാധിച്ചാൽ അവിടെയാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. അവിടെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ആത്മീയത എന്ന് പറയുന്നതും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. ആൻഡ് എക്കണോമിക്കൽ വെൽബീയിങ്, സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യം. എന്താണ് സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യം? നമ്മൾക്ക് ലഭിക്കുന്ന വരുമാനം സ്ഥിരമായി ഉണ്ടാകുമോ എന്നുള്ള ഭീതിയാണ് ആളുകളെ പല പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിച്ചിരിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജോലി കൊണ്ട് നേടാവുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ജോലി എന്ന് പറയുന്നത് വളരെ റെയറായി മാറി. ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വരുമാനം വളരെ കുറവാണ്. നമ്മൾ പഠിച്ച നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു വരുമാനം ആർക്കും ലഭിക്കുന്നില്ല. അപ്പൊ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്ന നമ്മളുടെ ചിന്തയിലുള്ളത് ഒരു ജോലി നേടുക എന്നുള്ളതാണ്.
പക്ഷെ യഥാർത്ഥത്തിൽ വരുമാനം ഉണ്ടാക്കാൻ ഉള്ള മാർഗം ജോലി മാത്രമല്ല. സോ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി നോക്കിയാലും നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കും, എല്ലാ വ്യക്തികളും ഏതെങ്കിലും തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെടുന്നുണ്ടെന്നും അതിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒക്യുപ്പേഷൻ എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു ജോലി എന്ന് പറയുന്നത്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ലോകത്തിലെ എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. ഒരു ജോലിക്കാരനും അവന്റെ എക്സ്പെർട്ടൈസ്, അവൻ പഠിച്ചതും അവൻ മനസ്സിലാക്കി ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന അനുഭവ സമ്പത്ത് മറ്റുള്ളവർക്ക് വിറ്റുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമയം ഒരു ഓഫീസിൽ ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം ആർക്കെങ്കിലും സർവീസസ് ചെയ്താണ് ഒരു ജോലിക്കാരൻ വരുമാനം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി സമൂഹത്തിന് ആവശ്യമുള്ള എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക, അതല്ലെങ്കിൽ ആ സാധനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതൊക്കെയാണ് ഒരു ബിസിനസ്സുകാർ ചെയ്യുന്നത്. സോ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർവീസ് സമൂഹത്തിന് ചെയ്തുകൊണ്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ എക്കണോമിക്കലി നമ്മൾ വെൽബീങ് ആവാൻ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തിങ്ക് ഔട്ട് ഓഫ് ബോക്സ്. മാറി ചിന്തിക്കാനും വരുമാന സ്രോതസ് പലതരങ്ങളിൽ മൾട്ടി സോഴ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമ്പോഴാണ് നമ്മൾക്ക് എക്കണോമിക്കലി വെൽബീങ്ങിലേക്ക് എത്താൻ സാധിക്കും. സോ ഹെൽത്തി ആയിരിക്കാനുള്ള ബേസിക്സ് ആണ് ഇതെല്ലാം. ഇനി ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. സോ താങ്ക് യു.